ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നോമ്പ് കഴിയാനായില്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനമാണ് കാണിക്കുന്നത് ട്ടോ. എല്ലാ നോമ്പിനും ഉണ്ടാക്കണതാണ്. ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലാസ്റ്റിലേക്കുള്ള ഇതിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. കുട്ടികൾ കുറേ ദിവസമായി ഇത് പറയുന്നത് ഇത് ഉണ്ടാക്കിയില്ലല്ലോ ഇപ്രാവശ്യം എന്നുള്ള. അപ്പോൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ബന്ന് നിറച്ചതെന്ന് പറയുന്നത് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എരിവും മധുരവും കൂടെ കൂടിയിട്ട് ഒരു ഇതിലാണ് ഉണ്ടാക്കലേ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ബന്ന് നിറച്ച് ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഒരു മസാല ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും അതുപോലെ തന്നെ 2, 3 പച്ചമുളകും മുറിച്ചിട്ടാണ് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. ഒരുപാടിട്ടങ്ങ് വാടി കുഴയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ജസ്റ്റ് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഉപ്പ് ഞാനിപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരളവിലേക്ക് അതിട്ടാൽ കറക്റ്റാണ്. അപ്പോൾ അത് അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത് ചെറുതായിട്ട് ഉള്ളിൽ നിന്ന് കളർ മാറാൻ തുടങ്ങിയിന്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു ടീസ്പൂൺ, രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു ടീസ്പൂണേ ഉള്ളൂ, അത്രയും കുറവ് മതി. എന്നിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിപ്പം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ എന്ന് പറയുന്നത് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഉപ്പ് മാത്രം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ മസാലപ്പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ സ്നാക്കിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേവിച്ച് വെക്കുന്ന ചിക്കനാണിത്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികൾ വേണ്ടത്. നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം പൊടികൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ ഒരു മസാലകളും ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് പൊടികളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രയാണെന്നുള്ള കണക്കൊന്നുമില്ല, കുറച്ച് മല്ലിച്ചപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂട് തന്നെ മതി കേട്ടോ, തീയൊന്നും ഓണാക്കണ്ട. ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അടുത്ത പണി ഞാൻ ചെയ്യുന്നത് ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വരണം, കറിക്കുള്ളതാണിത്. ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കോട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കേട്ടോ. അതും അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന നേരം ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 മീഡിയം സൈസുള്ള നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിലായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവാണ് പറയുന്നത്, ഒരു ടേബിൾ സ്പൂൺ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇത്രയാണ് ഇതിൽ പൊടികളുള്ളത്. ഇനി എല്ലാ പൊടികളും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ പൊടികളൊരു പച്ചമുളകൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരും, പൊടികളൊക്കെ ഒന്ന് വാടിയ മണം. ഇനി ഇതിലേക്കാണ് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബീഫ് ഞാനോട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫാണ് എടുത്തത്. എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തത് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ബീഫ് കറി കാണിക്കുമ്പോൾ എപ്പോഴും ചോദിക്കലുണ്ട് ഏത് ബീഫാണ് ഇത്ത വാങ്ങിക്കൽ എന്നുള്ള. ഞാൻ എപ്പോഴും വാങ്ങിക്കൽ പാകിസ്ഥാനി ബീഫാണ് കേട്ടോ. ലുലു എന്നാണ് വാങ്ങിക്കൽ. പാകിസ്ഥാനി ബീഫ് അവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അത് ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു 2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അത് കറക്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതങ്ങനെ ഫ്രൈ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഒരു കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം വേണം, അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം വേണം. ആ ഒരു ബീഫിൻ്റെ അതേ ലെവലിൽ വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേവിക്കുന്ന സമയത്ത് ഈ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഇതും കൂടെ നമ്മൾ കണക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് നല്ല പാകത്തിലാണ് വരിക. ഇപ്പം ഇനി നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഇട്ടോ, പകുതി ഞാൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് തിള വന്നു കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇനിയിപ്പോൾ അടുത്തത് പത്തിരിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ നാട്ടിലെ പത്തിരിയാണ്, കോഴിക്കോടൻ പത്തിരി. അപ്പോൾ അതാ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ അളവെന്ന് ഞങ്ങൾക്ക് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനൊരു സുമാറ് വെള്ളം അങ്ങ് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 1 കപ്പ് പൊടിയാണ് എടുക്കണമെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 2 കപ്പാണ് പൊടി എടുക്കണമെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇട്ടാൽ റെഡി ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്ത് അതൊന്ന് തിള വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ് ഇട്ടത്. ഇത് നമ്മളിവിടെ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ പൊടിയിലും ഈ ഒരു വെള്ളം എത്തുന്ന രീതിയിൽ വാട്ടിയെടുക്കണം കേട്ടോ. ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ നന്നാവേണ്ടി എന്ന് പറയുന്നത് വാട്ടുന്നതും അതേപോലെ തന്നെ കുഴയ്ക്കുന്നതും. ഈ രണ്ടെണ്ണം നന്നായി കഴിഞ്ഞാൽ തന്നെ പത്തിരി നന്നാവുള്ളൂ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു റെസിപ്പി കാണിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വാടുന്ന വരെ തീ കത്തിച്ച് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിട്ട് വാടി കഴിഞ്ഞാലാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടിയുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു പൊടി കറക്റ്റാണ്. ഞാനിപ്പോൾ എത്ര ഇട്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് ഇടുന്നതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു വെള്ളം വെച്ചാൽ എനിക്ക് അറിയാം നമുക്ക് ഇത്രയാണ് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതെല്ലാ ഭാഗത്തും ഈ ഒരു വെള്ളം എത്തി എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. എല്ലാ പൊടിയും നനയണം, അതുവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ടാക്കാണ്ട് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അറിയാത്ത ആൾക്കാർക്ക്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്ത ആൾക്കാർക്ക്, ബിഗിനേഴ്സിനൊക്കെ ഉപകാരമായിക്കോട്ടെ. അപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. കറക്റ്റാണിത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ നമുക്ക് കുഴക്കാൻ പറ്റുന്ന വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിനെ തളുക എന്നാണ് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ പൊടി കുഴക്കാനായിട്ടുള്ളൊരു തളുകാണിത്. അപ്പോൾ ആ ഒരു വലിയ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടായി കഴിഞ്ഞാൽ നമ്മളത് കുഴച്ചെടുക്കണം. അപ്പോൾ ആ പൊടി വാട്ടി ആ ചെമ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കൈമേൽ അതൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചൂടാവണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം തൊട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഇതിലേക്ക് ചേർക്കണേ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പൊടി വേണ്ടിയത്. അപ്പം വെള്ളം ഇതിലേക്ക് ഒഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ലൂസായി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് ലൂസായി പോകുമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കട്ടാക്കി കാണിച്ചതാണ്. കുറേ സമയം എടുത്തിട്ടാണ് ഇത് കുഴക്കുന്നത് കേട്ടോ. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം പൊടി കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പത്തിരിയാണോ വേണ്ടിയെന്ന് വെച്ചാൽ ആ ഒരു വലുപ്പത്തിലുള്ള ഇതിലേക്ക് ഉരുളകൾ ഉരുട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എളുപ്പ വഴിയാണ് കാണിക്കുന്നത്. ഞാൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ മൊത്തം ഇങ്ങനെ വാട്ടിയെടുക്കും. അത് മൊത്തം കുഴച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒന്നിച്ചങ്ങ് ഉരുളാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് മൊത്തം ഞാനിവിടെ ഉരുളാക്കി അടിച്ചാണ്. ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ പരത്തലാണ്. ഞാനിവിടെ പ്രസ്സിലാണെന്ന് പരത്തണം കേട്ടോ. പ്രസ്സിൽ ഞാൻ 2 കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഞാനിവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ. ആ ഓയിലൊന്ന് തൊട്ടിട്ട് കൈ ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ലേശം ഒന്ന് ആ കവറുമ്മലും ഒന്ന് തൊട്ട് കൊടുക്കുക. ഈസി ആയിട്ട് പരന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ആ 2 ഭാഗത്തൊന്ന് തൊട്ട് കൊടുക്കുക. കൈമേലും ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇതാ ഓരോ ഉരുളെടുക്കുക. ജസ്റ്റ് ഉരുട്ടി വെക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ടിട്ട് ഉരുട്ടേണ്ട ആവശ്യമൊന്നും ഇതിന് വരില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ് പൊടിയുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഓരോ ഉരുളയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കുഴച്ചത് നന്നായോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ പരത്തി വന്നാൽ ഇതിൽ ക്രാക്കുകൾ ഇല്ലാണ്ട് വരണം. അതാണ് കുഴ നന്നായണമെന്ന് മനസ്സിലാവുക കേട്ടോ. അതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ചുറ്റിലും ഒറ്റ ക്രാക്ക് പോലും ഇല്ല. നല്ല കറക്റ്റ് നമ്മൾ എന്താ പറയുക മുറിച്ച പോലെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമ്മളെ കുഴക്കൽ റെഡിയായി എന്ന് മനസ്സിലാവുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് നല്ല നേരിയതാക്കിയിട്ട് തന്നെയാണ് പരത്തിയത് കേട്ടോ. ഞാൻ സാധാരണ കുറച്ച് തടിയിലാണ് എടുക്കൽ. ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല കുറച്ച് മെലിയിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുത്തത്. അപ്പോൾ അതാ 3 ട്രയലായിട്ട് ഞാൻ മൊത്തം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതാണ് കേട്ടോ എളുപ്പമായിട്ട് തോന്നൽ. പരത്തലും ചുടലും ഒന്നിച്ച് ചെയ്യലുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നോമ്പിന് ഈസി ആയിട്ട് തോന്നൽ ഈ ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ബീഫ് വെന്തണോ ഇല്ല എന്നുള്ള അപ്പോൾ കറക്റ്റ് ഭാഗത്തിലാണുള്ളത്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം അല്ലാണ്ട് കുറച്ച് ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്താണ് അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരിക. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒരു കട്ടി വരികയും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ ഉടഞ്ഞ് നല്ല കറിക്ക് നല്ല പാകത്തിനുള്ള കട്ടിയായിട്ട് വരും. ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മൾ മൂടി വെക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ പത്തിരി ചുടാനാണ് പോണത്. കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. പത്തിരി ചുടണമെന്ന് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നില്ല, എല്ലാവർക്കും അറിയണ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വേഗം ഒന്ന് കാണിച്ച് പോകണമെന്നേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ മറിച്ചിട്ടിൽ വേഗം മറിച്ചിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ഭാഗം ഒന്ന് ആയി കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ടാൽ അത് പൊള്ളി വരും. അപ്പോൾ നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ട് മൊത്തത്തിലൊന്ന് ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. കാരണം ഒറ്റക്കായതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ തൊട്ടടുത്തല്ല ഈ ഒരു മേശ ഉള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് വിട്ടിട്ടാണല്ലോ അടുപ്പിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ചുടലും എന്താ പറയുക പരത്തലും ഒന്നിച്ച് ചെയ്യാൻ എനിക്ക് കുറച്ച് പ്രയാസമായിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചുടാൻ കുറച്ചൊരു പ്രയാസമായതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് പരത്തി വെക്കും. പരത്തി വെച്ചിട്ട് എല്ലാം ട്രയലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് ഞാനിവിടെ അടുപ്പിൻ്റെ അടുത്തൊരു കസാല ഇടും കേട്ടോ. എനിക്ക് കുറേ നേരം നിൽക്കുന്നേരം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാനൊരു കസാല ഇട്ട് അവിടെ ഇരുന്നിട്ട് മൊത്തം ചുട്ടെടുക്കും. അപ്പോൾ വേഗം കഴിയുന്ന പോലെയാണ് എനിക്ക് തോന്നല്. വേഗം ആവും. പിന്നെ പത്തിരിയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുക, പെട്ടെന്ന് ആയി വരികയും ചെയ്യും.
ഇനിയിപ്പോൾ നമ്മൾ പത്തിരി ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാനിതാ ആ ഒരു ബന്ന് നിറച്ചതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ആണിത്. അതുപോലെ തന്നെ കുറച്ച് മുട്ടയും ഞാനിവിടെ വേവിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ഫുള്ളായിട്ടുള്ള ബന്നാണ് വേണ്ടി കേട്ടോ. അപ്പോൾ അതാ ഈ ഫുള്ളായിട്ടുള്ള ബന്നിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് 4 ഭാഗം ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുക. എന്നിട്ട് പൊട്ടിപ്പോവാണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഭാഗം ഒന്ന് പൊട്ടിപ്പോവാണ്ട് മുറിച്ചെടുക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. നോമ്പിന് എല്ലാവരും ഉണ്ടാക്കണ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളും എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കണതാണ്. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി പോയി ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ മക്കൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ അതായത് ആ ഭാഗം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന്മേലുള്ള കുറച്ചങ്ങ് കളയാം കേട്ടോ. ഇനിയിപ്പോൾ ഉൾഭാഗത്തുനിന്നും കുറച്ചിങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ബ്രെഡിൻ്റെ ഭാഗം കുറച്ചെടുത്തിട്ട് ഒഴിവാക്കണം കേട്ടോ. ഈ എടുക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കണം കേട്ടോ. ഇത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല വൈറ്റ് കളറിലുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കുക. ആദ്യം പാനിലിട്ട് ചൂടാക്കിയാൽ ഇപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്യലെന്നുള്ളൊരു മണ്ണ് പോലെ ആവും. നല്ല ക്രിസ്പി ആയി വരുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തതൊക്കെ ആകുമ്പോൾ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ നല്ല വൈറ്റ് കളറിലുള്ള ബ്രെഡ് ക്രംസ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇതവിടെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതാ ഉൾഭാഗത്തൊക്കെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തുരന്നെടുക്കുക എന്ന് പറയില്ല, തുരന്നിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇങ്ങനെ ആക്കി വെക്കുക കേട്ടോ. കംപ്ലീറ്റ് അതിൻ്റെ മൂടി അവിടെ തന്നെ വെക്കുക. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ തുറന്നെടുക്കണം. ഇപ്പോൾ അത് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട ഞാനൊന്ന് ഹാഫാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് വെക്കണമെങ്കിൽ മുഴുവനായിട്ടും വെക്കാം കേട്ടോ. ഞാൻ ഹാഫാണ് വെക്കൽ. അപ്പോൾ അതാ ഓരോന്നും തുറക്കുക. ആദ്യം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾ ചിക്കൻ ഇല്ലാണ്ട് ഉള്ളി മസാല ആക്കിയിട്ട് വെച്ചാലും നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇവിടെ ചിക്കൻ മസാല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചിക്കൻ തന്നെ ചേർത്ത് കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പപ്സിനൊക്കെ മുട്ട പപ്സിനൊക്കെ ചെയ്യണ പോലെ ഉള്ളി മസാല മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. മുട്ടയും വെച്ചിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഫില്ല് ചെയ്യാം. അപ്പോൾ അത് ചിക്കൻ മസാല നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ തുറന്നെടുത്ത ഭാഗമില്ലേ, അവിടേക്കാണ് ഈ ചിക്കൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം സെൻറ്ററിൽ നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ഹാഫ് മുട്ട ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ ചിക്കൻ മസാല വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇനി മേൽഭാഗത്തും നല്ലോണം ഒന്ന് മസാല വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രെഡ് പൊട്ടിപ്പോകാൻ പാടില്ല. ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ബ്രെഡിനൊരു പൊട്ടൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നന്നാവില്ല. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറുകയും ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു ഫിനിഷിങ് കിട്ടൂല, നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക മസാല. അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല വേണം, എന്നാലാണ് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഭാഗവും നല്ലോണം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കവറില്ലേ, മൂടി, അത് ഇതിന്മേൽ തന്നെ വെച്ച് കൊടുക്കുക. എടുത്ത പോലെ തന്നെ അവിടെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് ഫില്ല് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ 4 ബ്രെഡും ഞാൻ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4ലും ഞാൻ ഇതേപോലെ മസാല വെച്ച് മുട്ടയൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചതാണ്. ഇതിന് നമുക്കൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട മതി കേട്ടോ. 4 ബ്രെഡിലേക്ക് ഒരു മുട്ടയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിങ്ങനെ മധുരവും ഇതും കൂടെ ആക്കിയിട്ടാണ് ചെയ്യല്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് കലക്കിയാൽ മതി. ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. എൻ്റെ ആച്ചയ്ക്ക് ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മധുരവും എരിവൊക്കെ വരുന്നത് എനിക്കും ഇഷ്ടമാണ്, പക്ഷെ അവന് കൂടുതൽ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് ഗീ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗീക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലോ ഇഷ്ടമുള്ള ചേർക്കാം. എന്നിട്ട് ഇതാ ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കലക്കി വെച്ച മുട്ടയിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. സൈഡൊക്കെ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. മുട്ട ആയതുകൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയാക്കി വെക്കണം. എന്നിട്ട് അടിഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയേ ആക്കാൻ പാടുള്ളൂ. എന്നിട്ടൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടിട്ട് പ്രസ് ചെയ്യരുത്, ബന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 2 ഭാഗമായി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡില്ല, സൈഡിലൊക്കെ മുട്ട ഉണ്ടല്ലോ, അപ്പോൾ ആ മുട്ട ഒന്ന് മൊത്തത്തിലൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഒരു ടയർ തിരിക്കുന്ന പോലെ നമുക്കിതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. കുറേശ്ശെ സമയം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മുട്ടയൊക്കെ സൈഡിലുള്ളത് നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ അതെല്ലാ ഭാഗവും ഞാനൊന്നിങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് വരും. ആദ്യം നമ്മൾ അടിഭാഗവും പിന്നെ മേൽഭാഗവും പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറക്റ്റ് ഭാഗത്തിന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബന്നും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് കുറച്ച് സമൂസയാണ്. ഈ സമൂസ ഞാൻ ഉണ്ടാക്കിയല്ലോ കേട്ടോ. ഇന്നലെ എനിക്ക് നമ്മളെ ഹാരിസ് കൊണ്ടുപോയി തന്നു. ഹാരിസ് എന്ന് പറയുന്ന വാച്ച്മാനാണ് കേട്ടോ. നമ്മളെ ബിൽഡിങ്ങിൻ്റെ വാച്ച്മാനാണ്. മൂപ്പര് ഇന്നലെ കൊണ്ടുപോയി തന്നത്. നല്ലൊരു മനുഷ്യനാട്ടോ. അധിക ദിവസം അങ്ങനെ എന്തെങ്കിലും കൊടുത്തയക്കും. നമ്മൾ അങ്ങോട്ടും കൊടുക്കലുണ്ട്, മൂപ്പരും ഇങ്ങോട്ടും തരും. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഇത് കോട്ടിയിട്ട് പൊരിക്കാണ്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു വലിയ ഉപകാരം, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വെച്ചതാണ്.
അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കൈപ്പുണ്യമുള്ള മനുഷ്യനാണ്. മൂപ്പര് തന്നെ ഉണ്ടാക്കണതാണ്. ബംഗ്ലാദേശുകാരനാട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് എല്ലാ സാധനവും. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് തന്ന സമയത്ത് ഇത് അറബിക് സമൂസാണ് കേട്ടോ. നമ്മളെ കീമ വെച്ചിട്ടുള്ള കീമയും ഇലകളും വെച്ചിട്ടുള്ള അറബിക് സമൂസാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളെ മിനി സമൂസ എന്ന് പറയില്ലേ, ചെറുതാണിത്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഇതിൻ്റെ കൂടെ എടുത്തത് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇന്ന് ബന്ന് മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആരും ഇല്ലെങ്കിൽ, ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു തരം അല്ലെങ്കിൽ മാക്സിമം 2 തരം അത്രേ നമ്മൾ ആക്കലുള്ളൂ കേട്ടോ. ഒരുപാട് ആക്കിയിട്ട് ഇതാക്കലൊന്നുമില്ല. ഇതിപ്പോൾ ഇന്ന് സമൂസ ഉള്ളതുകൊണ്ട് സമൂസയും കൂടി എടുത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഫസ്റ്റത്തെ നോമ്പുറ. വത്തക്ക ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ലിയാന. അപ്പം വത്തക്ക് നമ്മൾ ഈ സമൂസയും ബന്നും. ഇതാണ് ഫസ്റ്റത്തെ നോമ്പുറൻ്റെ ഐറ്റംസ് കേട്ടോ. ഇന്നിപ്പോൾ ആരും ഇല്ല. 4 എണ്ണം ആക്കിയത് അസ്ലങ്ക ഇല്ല. അസ്ലങ്ക പുറത്ത് നോമ്പുറക്കാൻ വേണ്ടി പോയി കമ്പനീൻ്റെ ഇതിൽ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ നോമ്പറാന്ന് പറയുന്നത് ഇതാ നമ്മൾ തറാവിക്കൊക്കെ ശേഷമാണ് കേട്ടോ. കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 10, 11 മണിയൊക്കെ ആവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വൈകുന്നേരം ചുട്ട് വെച്ച പത്തിരിയൊക്കെ നല്ല എന്താ പറയുക, തണുത്ത് പോകട്ടോ. എന്നാലും സാരമില്ല, നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ അത്രയും പണി കഴിയുമല്ലോ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് കറി ഞാൻ വിളമ്പിയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടത്. അപ്പോൾ അതാ പത്തിരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് നേരം ആയതുകൊണ്ട് നല്ല തണുത്ത് പോയിന്. എന്നാലും പത്തിരി ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ തിന്നാനും ടേസ്റ്റ് തന്നെയാണല്ലേ. അങ്ങനെയാണ്. പത്തിരി ലവേഴ്സ് ഉണ്ടെങ്കിൽ പറയുകയുണ്ട് കേട്ടോ. ഇത്ര നേരം മുന്നേ ചുട്ട് വെച്ചാലും പത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ നോമ്പറിൻ്റെ ഐറ്റംസ്. ഒരു സിമ്പിൾ നോമ്പറാണ് ഇന്ന് കാണിച്ചത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പം ഇൻഷാ അള്ളാ മന്തിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഓരോ കമൻസിൽ പറയുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇൻസ്റ്റയിലൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ ഇതുപോലെ എല്ലാം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇൻഷാ അള്ളാ. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.